ഹായ് നമസ്കാരം. ഇത് കർക്കിടക മാസമാണല്ലോ. കർക്കിടക മാസത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പഴമക്കാർ പറയുന്നത് മുരിങ്ങയില ഒഴിച്ച് ബാക്കി എല്ലാ സസ്യങ്ങൾക്കും ഔഷധ ഗുണമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് ആ ഒരു ഔഷധ സസ്യങ്ങൾ വെച്ചിട്ട് ഒരു ഔഷധക്കഞ്ഞി തയ്യാറാക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ ശേഖരിച്ച ഔഷധ സസ്യങ്ങളാണ്. അതിൽ പൂവാങ്കുറിഞ്ഞിലുണ്ട്, മുക്കുറ്റിയുണ്ട്, കുടകനുണ്ട്, ചെറുപൂളയുണ്ട്. അതുപോലെ നമുക്ക് പറമ്പിൽ നിന്ന് കിട്ടുന്ന അവൈലബിൾ ആയിട്ടുള്ള ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഔഷധ സസ്യങ്ങൾ, തൊട്ടാവാടിയുടെ വേരുണ്ട്. അപ്പോൾ തൊട്ടാവാടി എടുക്കുമ്പോൾ നമ്മളതിൻ്റെ വേരാണ് എടുക്കുന്നത്. അങ്ങനെ കിട്ടിയ എല്ലാ ഔഷധ സസ്യങ്ങളും ഞാൻ ശേഖരിച്ചിട്ടുണ്ട്. ഇതിന് ഉപയോഗിക്കുന്ന അരി എന്ന് പറയുന്നത് ഞവരരിയുണ്ട്, പച്ചനെല്ലിൻ്റെ അരിയുണ്ട്. ഞാനിവിടെ ഉപയോഗിക്കുന്നത് പച്ചനെല്ലിൻ്റെ അരിയാണ്. അപ്പോൾ ഞാൻ 1 കപ്പാണ് എടുത്തിരിക്കുന്നത്. 2 പേർക്ക് ഉള്ള കഞ്ഞിക്ക് ഉദ്ദേശിച്ചാണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ നമ്മളത് കഴുകി അടുപ്പത്തേക്ക് ഇടണം. അപ്പം മംഗല അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒരു 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ആ വെള്ളം ഒന്ന് ചൂടാകുമ്പോൾ അരി കഴുകി ഇടണം. അരി ഒന്ന് തിളച്ച് വേവാറാകുമ്പോഴത്തേക്കുമാണ് നമ്മളതിലേക്ക് ചെറുപയർ ചേർക്കണം. അതായത് 1 പിടി ചെറുപയറാണ് നമ്മളിടുന്നത്. അതിന് ശേഷം അതിനകത്തേക്ക് ആശാളി ചേർക്കാം. ഒരു സ്പൂണോ 1.5 സ്പൂണോ ഒക്കെ ചേർക്കാം. അതിന് ശേഷം നമുക്കതിലേക്ക് ഉലുവ, ജീരകം അത് വെള്ളത്തിലിട്ട് കുതിർത്ത് ചേർക്കാം. അല്ലെങ്കിൽ നമുക്ക് നേരിട്ടാണെങ്കിലും അതിനകത്തേക്ക് കഴുകി ഇട്ടാൽ മതി. അത് എല്ലാം കൂടി ഒരുമിച്ച് കിടന്ന് നന്നായിട്ട് വേവണം. അപ്പോൾ നമുക്ക് അതിൻ്റെ പച്ചമരുന്നുകൾ പറിച്ചതെല്ലാം കൂടി ഒന്ന് അരിഞ്ഞ് അതൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. നമുക്ക് കല്ല് വെച്ച് ചതച്ചെടുത്ത് അതിൻ്റെ നീരെടുക്കാം. കുറച്ചും കൂടെ എളുപ്പം നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കുന്നതായിരിക്കും. അപ്പോൾ ഞാനത് എല്ലാം കൂടി മിക്സിയിലിട്ട് എടുത്ത് അതിൻ്റെ നീര് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ അരി നമ്മൾ അടുപ്പത്തിട്ട അരി എല്ലാം നന്നായിട്ടൊന്ന് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്കിതിൻ്റെ നീരങ്ങ് ചേർത്ത് കൊടുക്കാം. ഈ അരി നമ്മൾ വേവിക്കാൻ വെച്ച പയറുവർഗ്ഗങ്ങൾ എല്ലാം ഈ പച്ചനീരിനകത്ത് കിടന്ന് ഒന്നുകൂടി വേവണം. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് വെന്ത് വരുമ്പോഴത്തേക്കുമാണ് നമ്മളിതിലേക്ക് ഒരു മുറി തേങ്ങ ചിരണ്ടി അതിൻ്റെ പാലെടുത്ത് വയ്ക്കുക. ഇത് ഈ മരുന്നെല്ലാം അതിനകത്ത് കിടന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ പാല് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാലിൽ കിടന്ന് ഒന്നുകൂടി അത് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് അതൊരു കുറുകിയൊരു പരുവത്തിലേക്ക് എത്തും. അപ്പോൾ അതിന് ശേഷം നമുക്കതിനകത്തേക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിച്ച നെയ്യാണ്, ഒരു 2 സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം. നെയ്യ് ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കത് ഇറക്കി വെക്കാം. നമുക്കത് തണുത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ തന്നെയുള്ള ഔഷധ സസ്യങ്ങൾ വെച്ചിട്ട് നമുക്ക് വളരെ ആരോഗ്യപ്രദമായ ഒരു കഞ്ഞി അല്ലെങ്കിൽ ഒരു ഔഷധക്കഞ്ഞി നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായം പറയണം.